ഭയങ്കരമായ ദേഷ്യം എന്ന് പറഞ്ഞാൽ സാധനങ്ങളെല്ലാം എറിഞ്ഞുടയ്ക്കുക, ഭർത്താവിനെ ഉപദ്രവിക്കുക വരെ ചെയ്യുക, കുട്ടികളോട് പോലും ആ ദേഷ്യം കാണിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഒരു 90-95% ആൾക്കാർക്ക് എങ്കിലും അവരുടെ ജീവിത കാലയളവിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ തൈറോയിഡും ഇതും തമ്മിൽ ബന്ധപ്പെടുത്താനായിട്ടുള്ള മെയിൻ കാരണം, അപ്പോൾ ഈ ആൻറ്റിബോഡീസിനെ എങ്ങനെ കുറച്ചുകൊണ്ട് വരാം? തൈറോയിഡ് ഗ്രന്ഥിയും മാനസിക പ്രശ്നങ്ങളും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ തൈറോയിഡ് ഗ്രന്ഥി ബട്ടർഫ്ലൈ പോലെ ചുമ്മാ അങ്ങ് ഇരിക്കുക മാത്രമല്ല, അവൻ്റെ പാകപ്പിഴലുകൾ പലപ്പോഴും ഈ ബട്ടർഫ്ലൈയെ പോലെ തന്നെ നമ്മുടെ ശരീരം മുഴുവൻ ചിറകടിച്ച് നടക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. മുടി കൊഴിച്ചിൽ മുതൽ വണ്ണക്കൂടുതൽ മുതൽ, അല്ലെങ്കിൽ വണ്ണം കുറയുന്നത് മുതൽ, ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ വണ്ണം കുറഞ്ഞു പോവുകയും ക്ഷീണം, നെഞ്ചിടിപ്പ്, പാൽപിറ്റേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാം. PCOD പോലുള്ള ഫാറ്റി ലിവർ പോലുള്ള മറ്റനുബന്ധ പ്രശ്നങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് നമുക്കറിവുള്ളതാണ്. എന്നാൽ ഇതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളെപ്പറ്റി അധികം ആരും സംസാരിച്ചിട്ടില്ല, അധികം ആർക്കും അറിയത്തുമില്ല. ഇന്നലെ ഞങ്ങളുടെ OPയിൽ വന്ന ഒരു പേഷ്യൻ്റ്, അവർ ഹസ്ബൻഡും വൈഫും കൂടിയാണ് വന്നത്. അവർക്ക് ഇടയിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളായിരുന്നു മെയിനായിട്ടും ചർച്ച ചെയ്തത്. അതിൽ ഭാര്യ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും ഭാര്യയ്ക്ക് അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യമാണ്. അവർ ഉദ്ദേശിച്ച പോലെ, അവർ മനസ്സിൽ കണ്ടതുപോലെ തന്നെ നടന്നില്ലെങ്കിൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ദേഷ്യം എന്ന് പറഞ്ഞാൽ സാധനങ്ങളെല്ലാം എറിഞ്ഞുടയ്ക്കുക, ഭർത്താവിനെ ഉപദ്രവിക്കുക വരെ ചെയ്യുക, കുട്ടികളോട് പോലും ആ ദേഷ്യം കാണിക്കുക. അപ്പോൾ കൊച്ചു കുട്ടികൾ കരഞ്ഞെന്നാൽ പോലും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, വീട്ടിലുള്ള അച്ഛനമ്മമാരെ എല്ലാം കുറ്റം പറയുക, അവരോട് ചീത്തയായിട്ട് സംസാരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം. അതുപോലെ അവർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളുമൊക്കെ ഇതിൽ നിന്ന് തന്നെ വരുന്നത് കാണാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ന്യൂറോ സൈക്യാട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് പലപ്പോഴും അത്ര വളരെ ചെറിയൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രം ഒതുങ്ങിത്തീരുന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരു 90-95% ആൾക്കാർക്ക് എങ്കിലും അവരുടെ ജീവിത കാലയളവിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് തന്നെ പലപ്പോഴും ഉറക്കമില്ലായ്മയും, ചിലപ്പോൾ കൂടുതലും, രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തിനെന്നറിയാത്ത ഒരു മൂഡ് സ്വിങ്സും ദേഷ്യവും ഒക്കെ വരുന്നത് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ തൈറോയിഡും ഇതും തമ്മിൽ ബന്ധപ്പെടുത്താനായിട്ടുള്ള മെയിൻ കാരണം, പലപ്പോഴും ഈ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് ഹോർമോൺ ലെവലെല്ലാം വളരെ നോർമലാണ് എന്ന് പറഞ്ഞ് തൈറോയിഡ് ഇത്രയും വലുപ്പത്തിൽ വെച്ച് തൂക്കി ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള തൈറോയിഡ് ഗ്രന്ഥികളുടെ മുഴകളും ഒക്കെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴൊക്കെ കാണും. അപ്പോൾ തൈറോയിഡിൻ്റെ മുഴകളൊന്നുമില്ല, യാതൊരു സ്വെല്ലിങ്ങും ഇല്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഈ ഹോർമോൺ ടെസ്റ്റുകൾ ഒരു തവണ പോലും ചെക്ക് ചെയ്യാതെ മരുന്ന് വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇത് രണ്ടും അപകടകരമാണ്. നമ്മൾ തൈറോയിഡിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്ന് കണ്ടെത്തിയെന്നാൽ അപ്പോൾ അതിൻ്റെ ഹോർമോൺ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ പലപ്പോഴും വരുത്തുന്ന ഒരു വലിയ തെറ്റാണ് ഇത് ഫാസ്റ്റിങ്ങിൽ ചെയ്യാറില്ല എന്നുള്ളത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റിംഗ് TSHും ഫാസ്റ്റിംഗ് T3 T4 ലെവലുമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ആൻറ്റിബോഡീസിൻ്റെ ലെവലാണെങ്കിലും നമ്മൾ അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലോട്ട് ഒരു കാര്യമില്ല. ആൻറ്റിബോഡീസ് കൂടുതലുണ്ടെങ്കിൽ അത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് കണ്ടീഷനാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് നമ്മൾ അതിനുവേണ്ടി എത്ര സപ്ലിമെൻറ്റ്സ് എടുത്തെന്നാലും എത്ര മരുന്നുകൾ കഴിച്ചെന്നാലും ചിലപ്പോൾ ഈ ആൻറ്റിബോഡീസ് അങ്ങനെ തന്നെ നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആൻറ്റിബോഡീസിനെ എങ്ങനെ കുറച്ചുകൊണ്ട് വരാം? അപ്പോൾ നമ്മൾ ആൻറ്റിബോഡീസിനെ കുറയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തൈറോയിഡിൻ്റേതായിട്ടുള്ള സിംറ്റംസ് കൺട്രോളിലാക്കുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ഈ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് മാത്രം നമുക്കത് ശരിയാക്കണം എന്നില്ല. അതുപോലെ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുന്നതിനോടൊപ്പം തന്നെ പലപ്പോഴും പല ആളുകളിലും നമുക്ക് ഈ പറഞ്ഞ സൈക്കാട്രിക് ആയിട്ടുള്ള ഇഷ്യൂസിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും. അപ്പോൾ തൈറോയിഡിൻ്റെ ഹോർമോൺ ലെവൽ നോർമൽ ആയിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് നമ്മളെ വിട്ടൊഴിയാതെ ആക്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ മറ്റ് ശാരീരികമായിട്ടുള്ള കണ്ടീഷൻസും ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാം. ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, പല ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലും, അത് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ
കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുക. തൈറോയിഡിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. എന്ന് പറഞ്ഞ പോലെ സന്ധിവാതം, ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആമവാദം, രക്തവാദം എന്നൊക്കെ നമ്മളതിനെ പറയാറുണ്ട്. അതുപോലെ പലതരത്തിലുള്ള SLE, ജോഗ്രൻസ് സിൻഡ്രോം, സിസ്റ്റമിക് സ്ക്ലിറോസിസ്, സോറിയാസിസ് തുടങ്ങിയവയെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. എന്തിനേറെ പറയുന്നു, കോവിഡ് എന്ന് പറയുന്നതിനും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ബേസിസ് ഉണ്ട്. അതായത് ഈ കോവിഡ് വൈറസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അതിനെതിരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ്, സൈറ്റോകൈൻ സ്റ്റോം എന്നാണ് അതിൻ്റെ ഈ ഭീകരമായിട്ടുള്ള അടിയന്തരാവസ്ഥയെ നമ്മൾ വിളിക്കുക. കാര്യം ഈ ആൻറ്റിബോഡീസ് ഒരുപാട് അങ്ങ് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ തന്നെ ഈ ആൻറ്റിബോഡീസ് പ്രതികരിച്ചു തുടങ്ങും. അത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ക്ലോട്ട് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കാം. ഈ ബ്ലഡ് വെസലിൽ തന്നെ ചെറിയ ക്ഷതങ്ങളുണ്ടാവുകയും അവിടെ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ആ ക്ലോട്ട് വലുതായിക്കൊണ്ട് വരികയും അവസാനം അത് ബ്ലോക്കായിട്ട് ഉണ്ടാവുകയും അത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കിലോട്ടും വഴിതെളിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്ന ആൻറ്റിബോഡീസ് ഒത്തിരി കൂടിപ്പോയിട്ട് നമ്മുടെ കിഡ്നിയും ലിവറും ശ്വാസകോശവും ഒക്കെ പണിമുടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറിപ്പോകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിന് പോലും ഇതുപോലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതൊരു രോഗാവസ്ഥയും അത് ക്രോണിക്കായിട്ട് നീണ്ടുപോയെന്നാൽ അത് നമ്മുടെ ശ്വാസം മുട്ടൽ മുതൽ നമ്മുടെ സ്കിൻ ഡിസീസസ് ആയിട്ടുള്ള സോറിയാസിസും, നമുക്കറിയാം മുഖത്തും കയ്യിലും മാറിലും പുറത്തും ഒക്കെ ഇതുപോലെ സ്കിൻ ലീഷൻസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസിക പ്രത്യാഘാതങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെയുള്ള പേഷ്യൻസ് പലപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ തൂങ്ങിച്ചാവാൻ തോന്നിയിട്ടുണ്ട് എന്ന്. ഇത് ഒരു അമ്മ ഈയിടെ എൻ്റെ അടുത്ത് പറഞ്ഞ അതേ വാചകമാണ്. ഇത് ചൊറിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റാതെ കഴിഞ്ഞ ദിവസം 6 വയസ്സുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു. അവന് ജനിച്ചപ്പം മുതൽ ഇന്ന് വരെ ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല കുഞ്ഞ്. അത് ചൊറിഞ്ഞ് കയ്യും കാലും എല്ലാം ആകെ വ്രണമായിട്ടിരിക്കുകയാണ്. അവനവിടെ ഒപ്പി വന്നിരിക്കുമ്പോൾ പോലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നൊരു കാഴ്ചയാണ്. സന്തോഷകരമായിട്ടുള്ള പ്രത്യാശ നിറഞ്ഞ ഒരു വാർത്ത കൂടി പറയാനുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇതിൻ്റെ അലർജിക് ട്രിഗറിങ് ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പ്രധാന കാരണഹേതുവാകുന്ന അലർജിക് ട്രിഗറിങ് ഫാക്ടേഴ്സിനെ നമുക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുകയും അതിനെ പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യാവുന്ന ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി ഇന്ന് നിലവിലുണ്ട്. അത് മോഡേൺ മെഡിക്കൽ സയൻസ് സ്റ്റഡീസ് വഴി പ്രൂവ് ചെയ്തിരിക്കുന്നത് അതിന് 92% എഫിക്കസിയാണ്. അപ്പോൾ പലപ്പോഴും ഇതുപോലുള്ള ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിമുക്തി നമുക്ക് പണ്ട് ലഭ്യമായിരുന്നില്ല, ചികിത്സ കൊണ്ട് നമുക്ക് പറ്റുമായിരുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഈ അലർജിക് ട്രിഗറിങ് മെക്കാനിസത്തെ നമ്മൾ കണ്ടുപിടിച്ചെടുത്ത് അവനെ വേർതിരിച്ച് കൃത്യമായി അവനെ പിടിച്ചെടുത്തെന്നാൽ നമുക്ക് പലപ്പോഴും ഇതിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 92% വിമോചനം സാധ്യമാണ് എന്നുള്ളതാണ് ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് പറയാനുള്ളത്. അത് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലും വളരെ ഫലപ്രദമായി, അത് വൈറസ് സംബന്ധമായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ട്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് തുടങ്ങിയൊക്കെ. നമുക്ക് ദേഹത്ത് ചൊറിഞ്ഞു കടിക്കുന്ന പോലെ, ദേഹത്ത് അൾസർ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ കുടലുകളിലുള്ളിൽ അൾസർ ഉണ്ടായെന്നാൽ എങ്ങനെ ഇരിക്കും? അതിനെയാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത്. IBS എന്ന് പറയുന്നത് അതുപോലെ തന്നെ കണ്ടീഷൻ. എപ്പോഴും വയറിന് പ്രശ്നമാണ്, അത് ഗ്യാസിൻ്റെ പ്രശ്നമായിട്ടും. നമ്മുടെ കുടലുകളിലെല്ലാം അൾസറായിട്ടിരുന്നാൽ അവിടെ പുകച്ചലുകൾ ഉണ്ടായെന്നാൽ നമുക്കറിയാം മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നീറ്റിലെങ്ങനെയാണ്. നമുക്ക് സ്കിന്നിലൊരു ലീഷൻ ഉണ്ടാകുമ്പോൾ അതിൽ ചൊറിച്ചിലായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. വയറിനുള്ളിൽ അത് എന്ത് പ്രശ്നമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക? അത് ഗ്യാസായിട്ടും നെഞ്ചരിച്ചിലായിട്ടും വയറ് വീർക്കുന്ന ഗ്യാസ് ഫോർമേഷനായിട്ടും കീഴ്വായു പോക്കായിട്ടും ലൂസ് മോഷനായിട്ടും ഒക്കെ ഇത് പ്രസൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണഹേതുമാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ പോലും ഒളിച്ചിരിപ്പുണ്ടാവാം. അരി, ഗോതമ്പ്, പാൽ ഉൾപ്പെടെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പോലും ഈ പറയുന്ന അലർജിക് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നമുക്ക് ഇവൻ്റെ വേരോടെയുള്ള ആ കാരണത്തെ അങ്ങ് നുള്ളിക്കളയുക, പിഴുതെടുത്ത് കളയുക എന്നുള്ളതാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.